നമുക്കറിയാം യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യവും ഒക്കെ യൂറോപ്പ് രാജ്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത്. എന്നാൽ വളരെ വൈകാതെ തന്നെ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും അതുപോലെ തന്നെ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായി ഉള്ളതിൽ നിന്നുമൊക്കെ ഏകപക്ഷീയമായി പിന്മാറാൻ തീരുമാനിക്കുകയാണ്. ഇറാനുമായുള്ള സൗഹൃദം നമുക്കറിയാം, ഫ്രാൻസിന് മുമ്പ് കാലത്ത് സൗഹൃദമുണ്ട്. എന്നാൽ അത് കുറച്ചുകൂടി ഊഷ്മളമാക്കാൻ തീരുമാനിക്കുകയാണ്. റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളോടൊപ്പം ചേരാൻ ഫ്രാൻസ് കൂടി തീരുമാനിക്കുകയാണ്. കാരണം ഇറ്റലിയുമായും ഫ്രാൻസിന് എതിർപ്പുണ്ട്, ജർമ്മനിയുമായും ഫ്രാൻസിന് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ ഇനി വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും? ഫ്രാൻസ് മാത്രമല്ല, സ്പെയിനും ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളിലും എതിരഭിപ്രായം പറയുന്നുണ്ട്. നമുക്കറിയാം, UN സ്ഥിരാംഗത്വം ഉള്ള രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ റഷ്യക്ക് വലിയ തോതിൽ വീറ്റോ അധികാരമുണ്ട് എങ്കിൽ പോലും അമേരിക്ക പലപ്പോഴും റഷ്യയെ ഒതുക്കാൻ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടാറുണ്ട്. ഇംഗ്ലണ്ട് ബ്രെക്സിറ്റ് നേടിയ ഒരു രാജ്യമാണ്. ബ്രിട്ടൻ എക്സിറ്റ് എന്ന ചുരുക്കപ്പേര്, അതിൻ്റെ രത്നചുരുക്കമാണ് ബ്രെക്സിറ്റ്. ബ്രിട്ടൻ്റെ കാര്യം എടുത്തു വരികയാണെങ്കിൽ അവിടെ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. അവിടെ രാഷ്ട്രീയപരമായി കെയർ സ്റ്റാമർ അധികാരസ്ഥാനം ഒഴിഞ്ഞു. അതിനുശേഷമുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് യൂറോപ്യൻ യൂണിയനിൽ വലിയ പരിവർത്തനം വരും. ഉക്രൈനുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ സഹായം, നാറ്റോ സഖ്യത്തിൻ്റെ സഹായം, അതിൽ പങ്കാളികളാകാൻ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് സ്പെയിനും ഫ്രാൻസും മാറിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് നന്നായി അറിയുന്ന കൂട്ടമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് നന്നായി അറിയാം ഫ്രാൻസും സ്പെയിനും എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ തങ്ങൾക്ക് ആപത്താണ്. മാത്രമല്ല, അവർ അമേരിക്കയുടെ നടപടികളോട് എതിർപ്പ് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വളരെ വ്യക്തമായി തന്നെ പൊതുവേദികളിൽ പറയുന്നുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയും ഒരു ഡിക്റ്റേറ്ററുടെ ഇതുപോലെയാണ്. ആ രീതിയിലാണ് മറ്റ് രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരോട് സംസാരിക്കുന്നതെങ്കിൽ അത് ശരിയായ രീതിയല്ല. മാത്രമല്ല, JD വാൻസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് വലിയ രീതിയിൽ അഹങ്കാരം കാണിക്കുന്ന ഒരു ഭരണത്തലവനെ പോലെയാണ്. JD വാൻസ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് മാത്രമാണ്. അപ്പൊ തലയിരിക്കുമ്പോൾ വാലാടുന്ന പോലെ, അതല്ലെങ്കിൽ തല വാലിനെ ആടാൻ അനുവദിക്കുന്ന പോലെ, അങ്ങനെയാണ് നമുക്ക് കരുതേണ്ടത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ വൈകാതെ തന്നെ അമേരിക്ക അതിനുള്ള വിവരം മനസ്സിലാക്കും. യൂറോപ്യൻ യൂണിയന് കൂടുതൽ ബലക്ഷയമുണ്ടാകാൻ ഫ്രാൻസും സ്പെയിനും വിചാരിച്ചാൽ കഴിയും. ഇറ്റലിയും അതുപോലെ മറ്റ് രാജ്യങ്ങൾ പോലും ട്രംപിനെ പല കാര്യങ്ങളിലും എതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിലും അവരാരും യൂറോപ്യൻ യൂണിയനിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറല്ല. പക്ഷേ വളരെ വൈകാതെ തന്നെ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പിൻവാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്.